പ്രണയിനി ജീവനൊടുക്കിയതിന് പിന്നാലെ യുവാവ് മരിച്ചു. അസ്വാഭാവികത പരിശോധിച്ച് പോലീസ്. കർണാടകയിലെ ധാർവാഡിൽ നിന്നുള്ളതാണ് ഈ സംഭവം. ധാർവാഡ് താലൂക്കിലെ കോടബാഗി ഗ്രാമവാസിയായിട്ടുള്ള 21-കാരൻ തരുൺ സാഗർ കുരക്കുരി. ആ മരിച്ച യുവാവിൻ്റെ പേര് അത്തരത്തിലാണ്. കാമുകിയായിട്ടുള്ള മേഘ ഗുബണ്ണാവറിൻ്റെ മരണം, ആ വാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ യുവാവിൻ്റെയും ആത്മഹത്യ. ധാർവാഡിലെ ഒരു വാച്ച് കടയിൽ ജീവനക്കാരായിരുന്നു ആ രണ്ടുപേരും. ഇവർ തമ്മിൽ പ്രണയത്തിലുമായിരുന്നു. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ ഈ മേഘയുടെ വീട്ടുകാർ അവരുണ്ടാക്കിയ പ്രശ്നമാണ് ഇതിന് തുടക്കം. പെൺകുട്ടിയുമായി വഴക്കുണ്ടാക്കി, ഫോൺ ഉപയോഗിക്കരുത് എന്ന് ശാഠ്യം പിടിച്ചു. അങ്ങനെ അവളും ആ വീട്ടുകാരും തമ്മിൽ തർക്കമായി. പ്രത്യേകിച്ചും അവളുടെ സഹോദരനുമായിട്ടുള്ള തർക്കമാണ് രൂക്ഷമായത്. അങ്ങനെ ആ വിഷമത്തിൽ മനം നൊന്താണ് മേഘ ഓഗസ്റ്റ് 12-ാം തീയതി കീടനാശിനി കഴിച്ച് ജീവനൊടുക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ തരുൺ ആകെ തകർന്നു. പിന്നാലെ ധനേശ്വരി നഗറിലുള്ള ഒരു സുഹൃത്തിൻ്റെ PG താമസ സ്ഥലമുണ്ട്, അവിടേക്ക് പോയി. വീട്ടുകാരുടെ ഫോൺ കോളുകൾ അത് തുടർച്ചയായി എടുക്കാതിരുന്ന സാഹചര്യമായപ്പോഴാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് തരുണിനെ ആ PG റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. Consumed poison. Late night, she has succumbed to that poison. She has been declared dead by the hospital. In that respect, in Garak police station limits, based on the complaint given by parents, we have registered in FIR, and further we are undertaking the investigation. Same village, one boy also said. Not in that village. In different area it has happened. It comes to city. As of now, we have received that information. We are finding out the technical connection via technical team, and very soon we will come to it. വിദ്യാഗിരി പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിൽ എന്താണ് സംഭവിച്ചത്, ഈ രണ്ട് മരണങ്ങൾ, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെടുത്ത ശാഠ്യം, കർശന നിലപാട് അത് ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമമായ ചർച്ചയുണ്ടായിരുന്നുവെങ്കിൽ ആ രണ്ട് ജീവനുകൾ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.